ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയാണ് ഇത് ഞങ്ങളുടെ ക്യാമറമാൻ, ഇത് ഞങ്ങളുടെ മൻകുട്ടൻ. ഞങ്ങള് ഇന്നൊരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളിപ്പോ നിക്കണത് മലപ്പുറം കുറ്റിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്താ സംഭവം എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റ് 18 താവന്നൂർ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയ വ്ളോഗാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം നമ്മുടെ ഫസ്റ്റ് ഇതുപോലെ നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന ഫസ്റ്റ് സെറമണി എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ നമുക്ക് ഓൾവേസ് സ്പെഷ്യലായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ അവരെല്ലാവരും നമ്മളെ ഭയങ്കര കാര്യമായിട്ടാണ് ട്രീറ്റ് ചെയ്തതും നമ്മളോട് വീഡിയോസിൻ്റെ കാര്യവും എല്ലാം പറഞ്ഞു. ഭയങ്കര കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആർക്കും അറിയില്ലായിരിക്കും എന്നുള്ള രീതിക്കാണ് നമ്മൾ പോണേ. പക്ഷേ അവിടെ ചെന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത മുതൽ അവർ ഭയങ്കര കാര്യമായിട്ടായിരുന്നു ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. അതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്തത് ആദിത്യ യദു എന്ന് പറഞ്ഞ കുട്ടിയാണ്. പിന്നെ നമ്മൾ അവിടുത്തെ ഡാൻസ് ക്ലബിൻ്റെ ഒരു 16 കുട്ടികൾ കൂടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ നമ്മളാണ് വരണേന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ ഇതുപോലെ കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത് അവർ നല്ല ഭംഗിയായിട്ട് ആ പരിപാടി നടത്തി. അവിടെ ചെന്നപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പ്രിൻസിപ്പൾ ആണെങ്കിലും എല്ലാവരും നല്ല വൈബായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ട് അവർ നെയിം റിവീലിംഗ് ചെയ്യിപ്പിച്ചു. അവരുടെ ഡാൻസ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് നെയിം റിവീലിംഗ് ചെയ്യിപ്പിച്ചു. ഡാൻസ് ക്ലബിൻ്റെ പേര് ദടക്ക് എന്നാണ്. അങ്ങനെ നമ്മൾ ഇനോഗ്രേഷനും നെയിം റിവീലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ ഒരു ടോക്കൺ ഓഫ് ലവ് ഒക്കെ തന്നിട്ട് നമ്മളുടെ അടുത്ത് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ ജേർണി, അതുപോലെ റീസെന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ വൈറലായ ആൾക്കാരാണ്. അപ്പൊ അധികം പേർക്കൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന വിധം ഒക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ നിസ്സാര കാര്യമില്ല, ഈ പറഞ്ഞ പോലെ ഒരു ഡാൻസ് ക്ലബ്ബ് മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് സെറമണി ഇത് ഡാൻസിന്റെ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. ഇന്ന് ഇവിടെ ഞങ്ങൾ ക്ഷണിച്ച നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും, ഞാൻ അധികം സംസാരിക്കാത്ത ആളാണല്ലോ. ഞാൻ അധികം സംസാരിക്കാറില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്തായാലും കൂടി സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ നമ്മളൊരു 1 month റീച്ച് ആയിട്ടില്ല. അധികം പേര് നമ്മൾ അറിഞ്ഞു തുടങ്ങിയതും നമ്മൾ നോട്ടീസ് ചെയ്യുന്നതും കുറച്ച് കാലങ്ങൾ കൊണ്ടാണ്. പെട്ടെന്ന് നമ്മൾ ഇതുപോലൊരു വലിയൊരു കോളേജ് ഇത്ര പേര് അടങ്ങുന്ന ഒരു കോളേജിലേക്ക് നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം അത്ഭുതപ്പെടുത്തി. നമ്മളിങ്ങനെ വിളിക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ അവർ റിക്വസ്റ്റ് ചെയ്താണ് നമ്മുടെ മധുരയ്ക്ക് പോകാതെ ഒരു ഡാൻസ് വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ അതൊരു ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങളത് കളിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പി, ഞങ്ങളും ഭയങ്കര ഹാപ്പി. ഫുൾ സപ്പോർട്ടായിരുന്നു പിള്ളേരെല്ലാവരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് ടീച്ചേഴ്സായിട്ടും അവിടെ പിള്ളേരായിട്ടും പിന്നെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ഒരു ബ്യൂട്ടിഫുൾ സെറമണി ആയിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പോന്നു. അപ്പോൾ താങ്ക് യു.